ഇന്ന് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടതുപോലെ നമ്മൾ പൊന്മാൻ ഷൂട്ട് ചെയ്ത ഡച്ച് പള്ളിയിലേക്കാണ് നമ്മളുടെ യാത്ര. അത് കൊല്ലം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ യാത്ര അല്പം വ്യത്യസ്തമാണ്. നമ്മളുടെ കാറിൽ വന്നിട്ട് ജങ്കാറിൽ കയറിയാണ് നമ്മൾ ആ പള്ളിയിലേക്ക് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജങ്കാറിലൂടെയുള്ള യാത്രയും ഒരു വ്യത്യസ്തമായ യാത്രയാണ് കേട്ടോ. ഒരു പ്രത്യേക അനുഭൂതിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പുറം ഇപ്പുറം മറുകരയൊക്കെ കണ്ട് ഹരിതാപവും പച്ചപ്പും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെയുള്ള യാത്ര ഒരടിപൊളി വൈബാണ്. ഇവരാണെങ്കിൽ ജങ്കാറിൽ നല്ല വോളിയത്തിൽ പാട്ടൊക്കെ വെച്ച് നമുക്ക് ചില്ല് ചെയ്ത് പോകാവുന്ന ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ ജങ്കാറിൽ അപ്പുറയിൽ നിന്ന് ഇക്കരയ്ക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഡച്ച് പള്ളിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ ജങ്കാറിൽ നിന്നിറങ്ങി എടച്ചാൽ എന്ന സ്ഥലം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്തു. എന്നാൽ ആ വീഡിയോ എടുത്തത് എന്തോ ഡിലീറ്റായിപ്പോയി. നമ്മൾക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ സെൻറ്റ് മേരീസ് പള്ളി എടച്ചാൽ ഡച്ച് ചർച്ച് എന്ന് എഴുതിയേക്കുന്ന ഒരു ബോർഡ് കാണാം. അവിടെ നിന്ന് ഈ ഇടവഴിയിലൂടെ നമ്മൾ കയറി പോകണം. ഇതിലെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഈ കാണുന്ന റെയിൽവേ ട്രാക്ക് വരും. റെയിൽവേ ട്രാക്കിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് ഓവർ ബ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചത് ക്രോസ് ചെയ്യണം. അപ്പോൾ അതാ ഒരു വരുന്നു കുഞ്ഞൻ ട്രെയിൻ. എല്ലാവർക്കും വ്യത്യസ്തമായിരുന്നു ഈ കാഴ്ച. ചെറിയൊരു മിനി ബസ് അല്ലെങ്കിൽ അത് വരുന്നത് പോലെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഹോൺ അവരടിച്ച് കാണിച്ചു. നമ്മൾ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് ക്രോസ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ കൂടെ ഇവിടുത്തെ നാട്ടുകാരും ഉണ്ടായിരുന്നു. അവരാണ് നമ്മൾ ഈ പള്ളി കാണിച്ചു തന്നത്. അപ്പോൾ അവരും ഉണ്ടായിരുന്നുകൊണ്ടാണ് തോന്നുന്നു അതിലെ ലോക്കോ പൈലറ്റ് ചേട്ടന്മാർ അല്ലെങ്കിൽ ആ ക്രൂ അവർ ഹോൺ അടിച്ച് കാണിച്ചു. അങ്ങനെ ആ കുഞ്ഞൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മളിന്ന് റോഡ് ക്രോസ് ചെയ്ത് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ ട്രെയിനെല്ലാം പോയി. ഇതാണ് നമ്മളുടെ ആ പള്ളി. ആ പള്ളിയിലേക്കാണ് നമ്മളുടെ ഇനിയുള്ള യാത്ര. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇവിടെ കുറേ 2-3 ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഒന്ന് പള്ളി വൃത്തിയാക്കുന്നത് നമുക്ക് കാണാം. ഇവിടുത്തെ വ്യൂ പോയിൻ്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾക്ക് ബൈ റോഡല്ലാതെ വെള്ളത്തിലൂടെയും, അതായത് ബോട്ട് അല്ലെങ്കിൽ ഹൗസ് ബോട്ടൊക്കെ എടുത്ത് നമ്മൾക്ക് ഈ പള്ളി കാണാനായിട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ പൊന്മാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആ ഡച്ച് പള്ളിയല്ല, അതിൽ കാണിക്കുന്ന ആ പള്ളിയാണിത്. ഇവിടെ വന്നാണ് ബേസിലും അവരും ഒരു വള്ളത്തിൽ കയറിയിട്ട് മറ്റേ മീൻകെട്ടിലോട്ടൊക്കെ അവർ പോകുന്ന ലൊക്കേഷനിലെ സീനിൽ കാണിക്കുന്ന സ്ഥലം. സെൻറ്റ് മേരീസ് ഇവിടെയൊക്കെ വരാനായിട്ട് ഹൗസ് ബോട്ടിൻ്റെ പാക്കേജുകളും ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ 2-3 ചേച്ചിമാരിങ്ങനെ കുറച്ച് പലഹാരവും പഴയ മുട്ടായികളെല്ലാം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം കാടും പള്ളയും പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ ചേച്ചിമാരും ചേട്ടന്മാരും കൂടി ഇവിടെ വൃത്തിയാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇച്ചിരി പഴയ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ-മെയ് മാസത്തിൽ ഈ പള്ളിയിൽ പെരുന്നാളിന് ജസ്റ്റ് മുമ്പായിട്ട് എടുത്ത വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കാണ് ഈ പള്ളിയെക്കുറിച്ച് അങ്ങനെ വീഡിയോ ഒന്നും യൂട്യൂബിൽ കണ്ടില്ല. അപ്പോഴത്തേക്ക് എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വളരെ രസകരമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഈ കുരിശടിയിലിരിക്കുന്ന ഇവനും മൊബൈലിൽ നോക്കി റീലും ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു ഇത് കാണാം. ഇവിടെ ഒരു മാതാവിൻ്റെ
ഒരു ഗ്രോട്ടോ പോലെയുള്ള സംഭവം കാണാം. അതിൽ മാതാവിനെ സാരി ഉടുപ്പിച്ചേക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ ഗ്ലാസ്സിൽ ഫുള്ള് ആളുകൾ എഴുതി വെച്ചേക്കുന്നത് നിയോഗമാണോ പ്രാർത്ഥനയാണോ എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് എവിടെയെങ്കിലും ഒരു പാറ അല്ലെങ്കിൽ മതിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കല്ല് അല്ലെങ്കിൽ കളർ പെൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എഴുതി വെക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പള്ളിയെക്കുറിച്ച് അതിൻ്റെ ചരിത്രമൊക്കെയാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഡച്ച് പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ AD 1878 നിർമ്മിതമായതല്ലേ സ്ഥാപിതമായ ഒരു പള്ളിയാണ്. അത്രയും പൗരാണികമല്ല, അത്രയും പുരാതനമായ കാലത്ത് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ ഷേപ്പ് കാണുമ്പോൾ ഈ രീതിയിലുള്ള പള്ളികളൊന്നും ഇന്ന് നമുക്ക് നിലവിൽ കാണാനായിട്ട് സാധിക്കില്ല. ഒന്നെങ്കിൽ റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിച്ച് ഈ ഷേപ്പുകളൊക്കെ മാറിയ പള്ളികളാണ് ഇന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇങ്ങനെ 2 രൂപങ്ങൾ വെച്ചേക്കുന്നതാണ്. ഒരു സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെയും ഒരു ഗീവർഗീസ് വേദായുടെയും. അതിലും ഈ സെയിം പറഞ്ഞ കാര്യമാണ്. ഇതിവിടുത്തെ ആചാരം എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. മെഴുകുതിരി വെച്ച് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ വിടവിലൂടെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് അൾത്താരയും അതുപോലെ തന്നെ സീറ്റുകളും മറ്റ് സ്പീക്കറും സാധനങ്ങളും എല്ലാം അവിടെ ഇരിക്കുന്നത് ജസ്റ്റ് കാണാം. എന്തായാലും നല്ലൊരു ഗ്ലാസ് ഇട്ട് ഇതിൻ്റെ പുറത്ത് വന്ന് കാണാനായിട്ട് വേണ്ടിയിട്ട് പള്ളിയിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇവർ കാണിച്ച സാധനം ഇങ്ങനെ മെഴുകുതിരി വെച്ച് എഴുതി മറച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ മൺട്രോത്തുരുത്ത് അല്ലെങ്കിൽ എടച്ചാൽ ഈ ഏരിയയിലുള്ളവരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അങ്ങനെ ഒത്തിരി ആൾക്കാരൊന്നും വീഡിയോ കാണുന്നില്ല. ഇനി ഈ തമ്പനയിലോ ഇതോ കണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പള്ളിയുടെ ഇടതുവശത്തുകൂടി പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു എന്താ പറയുന്നത് വരാന്ത പോലെയുള്ള ഒരു ഇത് കാണാം. അവിടെ തൂണുകൾ പഴയ പള്ളികളിലും അല്ലെങ്കിൽ പഴയ അമ്പലങ്ങളിലും വീടുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ടൈപ്പുള്ള തൂണുകൾ അതിൽ ചാരി ഓട് താഴേക്ക് വന്നിറങ്ങുന്നത് കാണാം. അതുപോലെ ഇത് സങ്കീർത്തയിലേക്കുള്ള വാതിലാണെന്ന് തോന്നുന്നു. മറ്റ് കുഞ്ഞു വാതിലുകളെല്ലാം ഉണ്ട്. അതായത് ആ AD 1878 നിർമ്മിതമായ പള്ളി മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം അതേ സെയിം രൂപത്തിലും കോലത്തിലും ഭാവത്തിലും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടോ ആ വാതിലുകളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് കാണാനായിട്ട് സാധിക്കും. ആ പഴയ രീതിയിലുള്ള ഡിസൈന് പഴയ രീതിയിലുള്ള വാതിലുകളുമാണ്. പിന്നെ പള്ളിയുടെ ഫ്രണ്ടിലെ വ്യൂ നിങ്ങൾ കണ്ടല്ലോ, ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് പള്ളിയുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇടതുവശവും വലതുവശത്തും 2 സൈഡിലും സെയിം രീതിയിലുള്ള ബാൽക്കണി ഉണ്ട് അല്ലെങ്കിൽ വരാന്തയുണ്ട്. ഇതാണ് ആ പള്ളിയുടെ ഒരു ലുക്ക്. അതുപോലെ തന്നെ ഒരു പള്ളിയാകുമ്പോഴത്തേക്ക് അതിനോട് ചേർന്നൊരു സെമിത്തേരി അല്ലെങ്കിൽ ശവക്കോട്ട കാണും എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ബാക്കിലും ഇവിടെ ഒരു 2-3 കല്ലറകളുണ്ട്. അത് ആരെ അടക്കിയതാണ് ആരാണെന്നുള്ളത് അത്ര ക്ലിയർ അല്ല. അവിടെ ചെന്ന് നമ്മൾ വായിക്കാനായിട്ട് നോക്കിയെങ്കിലും അത്ര ക്ലിയറായിട്ട് നമ്മൾക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് ആ എഴുത്ത്. ഒന്നെങ്കിൽ അന്ന് വന്ന ഡച്ചിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഈ പള്ളി നിർമ്മിച്ചതോ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആളുകളാരെങ്കിലും അവരുടെ കല്ലറകളാവാനാണ് ചാൻസ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു.